कैसे आप लोग गए ഇപ്പൊ നമുക്ക് തുടങ്ങാം. ആ സ്വീറ്റ് ചേട്ടായില്ല, കാരണം സ്വന്തം അനിയത്തി ട്യൂഷനൊക്കെ പോയിട്ടൊക്കെ വരുമ്പോ അതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഇടാനുള്ള ഒരു മനസ്സി, കാരണം ഇപ്പോഴത്തെ ആ ഒരു ചേട്ടന്മാർക്ക് അനിയന്മാർക്ക് അതൊന്നും കാണത്തില്ല. ഹാറ്റ്സ് ഓഫ് യു, ഹാറ്റ്സ് ഓഫ് യു. ഇത് ഫോട്ടോഷൂട്ട്, ഇത് കല്യാണം, ഇത് ഫോട്ടോഷൂട്ട്. ഇനി ഒരു കപ്പിൾ ചലഞ്ച് ആവാം. കപ്പിൾ ചാലഞ്ച്? കപ്പലണ്ടി അനിയത്തിയെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് കപ്പിൾ ചാലഞ്ച്, എന്നിട്ട് രണ്ടുകൂടി കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്? എനിക്ക്. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മടിയുള്ളത് ആർക്കാണ്? ഇത് കാണുന്നത് നമുക്ക്. പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നത് ആരാണ്? ഞാനും ഉറങ്ങാറുണ്ട് പോത്തുപോലെയൊക്കെ, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല. ഫുഡ് കണ്ട കമിഴ്ന്ന് വീഴുന്നത് ആരാണ്? കമിഴ്ന്ന് വീഴാൻ വേണ്ടി അപ്പൊ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടുന്നത് എന്തോന്ന് തൊലിഞ്ഞ് ചോദ്യം എടുക്കുമ്പോൾ മനുഷ്യനെ വിഷമിക്കാൻ വേണ്ടി എന്തോ അത് ആരാണ് ചോദിക്കുന്നത്? പറ. നിങ്ങൾക്ക് പിന്നെ കണ്ണടച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ചാൽ മതിയല്ലോ, നമ്മളല്ലേ ഇതിരുന്ന് കാണാനുള്ളത്. ഒരേ സെക്ഷൻ 303 അനുസരിച്ച് അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം A+B ഹോൾ സ്ക്വയർ സ്ക്രിപ്റ്റ് മാറിപ്പോയി. തെറ്റിക്കരമായ കാര്യം, 4 വർഷം തടവും 3 വർഷം 3 ലക്ഷം പിഴയുമാണ്. കൂട്ടത്തിൽ ചളി പറയുന്നത് ആരാണ്? ഈ ചോദ്യം ചോദിക്കുന്ന പെണ്ണുമ്പുള്ള. ഹലോ പൊന്നൂസിനൊരു ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞപ്പോ പൊന്നൂസിന് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ജ്യൂസ് കടയിലാണ് കേട്ടോ കൊണ്ടുപോയത്. നമ്മൾ പിന്നെ ദാഹിക്കുമ്പോൾ ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് കടയിലല്ലോ, റേഷൻ കടയിൽ പോയിട്ട് മണ്ണെണ്ണ എടുത്ത് കപ്പത്തും വായിലോട്ട്. ആ ചെറുക്കൻ നമുക്കൊരു പൊന്നൂസ് ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് കടയിൽ കൊണ്ട് പോകും. നീ മാത്രമല്ല. ഞങ്ങളാണെങ്കിൽ ഒരു ആപ്പിളും പിന്നെ ഒരു കേക്കും ഓർഡർ ചെയ്തേക്കും. എടാ കൊച്ചടാ, നീ സത്യം പ്രതി ഇതിനെ കിഡ്നാപ്പ് ചെയ്തപ്പോ നിന്റെ തലയിലായതല്ലേ? ചായ കുടിക്കട്ടെ, നിങ്ങൾ ജ്യൂസ് കുടി. ആണോ? രണ്ടിനും മെച്ചൂരിറ്റി ഇല്ല. അതും പോയി. അതെ, ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ, ലൈഫ് പാർട്ണർ എന്നൊക്കെ പറയുമ്പോൾ ഈ ബിസ്ക്കറ്റ് പോലെയാണ്. ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമില്ല. ഒരു ചായയിൽ നമ്മളൊരു ബിസ്ക്കറ്റ് എടുത്ത് മുക്കിയിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ വായി വെച്ച് തിന്നാൻ നല്ലതായിരിക്കും. അപ്പൊ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗുഡ് റിലേഷൻ, അവിടെ ഒരു സ്ട്രോങ് ബോണ്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു ചായയിൽ ബിസ്ക്കറ്റ് ഇങ്ങനെ കുറെ നേരം മുക്കി വെച്ചിട്ട് നമ്മൾ പൊക്കുമ്പോൾ അത് പൊട്ടിപ്പോയാൽ അവിടെ ആ ഒരു ബോണ്ട് അവിടെ നശിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ആ ചായ ഗ്ലാസ്സിൽ ബിസ്ക്കറ്റ് മുക്കിയിട്ട് വായി വെക്കാൻ നോക്കണം. എന്ന് പറയുമ്പോൾ ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യാതെ നമ്മളൊരു റിലേഷൻഷിപ്പ് ആയാലും അതൊരു ബിസ്ക്കറ്റ് ആയാലും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളത് തിന്നാൻ നോക്കണം. അപ്പോൾ അത്രയുള്ള ഉദാഹരണം നിങ്ങൾ ആ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് നോക്ക്, ഈ ഒരു കപ്പിൾസിനെ നിങ്ങൾ നോക്ക്, എന്ത് ക്യൂട്ടല്ലേ. ആ ചെറുക്കനൊന്ന് നോക്കിയേ, കുറച്ച് പ്രായം കുറവെന്നല്ലേ ഉള്ളൂ. ആ പെണ്ണിനെ നോക്കിയേ, ഓ നല്ല പ്രായം കുറവ്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. എന്നാലും ദേ ആർ ലിവിംഗ് എ ഹാപ്പി ലൈഫ്. നമ്മൾ അവരുടെ പ്രായത്തിൽ എന്ത് ചെയ്യുമായിരുന്നു പറ? കൈകൊട്ടെ അല്ലേ? അവർ ദേ ആർ ലിവിംഗ് എ കുടുംബ ജീവിതം. വാവ്, അമേസിംഗ്, റിയലി അമേസിംഗ്, ഫാന്റാസ്റ്റിക്, മൈൻഡ് ബ്ലോയിങ്. അവർ ആർക്കും ഒരു ശല്യം ചെയ്യാതെ ജീവിച്ചോളൂ. അപ്പൊ ഞാൻ നല്ലൊരു കുടുംബം, നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു ഭാവി, നല്ലൊരു ദാമ്പത്യ ജീവിതം ഞാൻ നേരിടും. അപ്പൊ അത്രയുള്ള സന്തോഷത്തോടെ എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്ക് ഫീഡ് ഇറങ്ങി പോകും. ബൈ.